അസംതൃപ്തരായിട്ടുള്ള CPM നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വിമത രാഷ്ട്രീയം, ലെഫ്റ്റിൻ്റെ മറ്റൊരു രാഷ്ട്രീയം, ദ റിയൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി രൂപീകരിക്കാൻ PV അൻവർ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നമുക്കറിയാം. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേപ്പൂര് അങ്ങാടിയിലൂടെ മൊട്ടയടിച്ച് കമ്മലിട്ടിട്ട് ഓടുന്നോ, അങ്ങനെ എന്തോ ആണ് അൻവർ പറഞ്ഞത്. കമ്മലിട്ട് നടക്കും മറ്റേ പാർക്ക് അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ. അൻവർ ആകെപ്പാടെ എന്താ പറയുക, വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയല്ലേ കടന്നു പോകുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. കാരണം വിഷമഘട്ടവും പ്രതിസന്ധിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ജയിച്ചില്ലെങ്കിൽ ആ പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് പറയാം. ജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം മുഹമ്മദ് റിയാസിനോട് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു വലിയ റിസ്ക്കാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്, അത് ഒരു സംശയവുമില്ല. ഇത് അദ്ദേഹം ചെയ്യുമോ? ഏത് തോറ്റാൽ ഇത് ചെയ്യുമോ ഇല്ലെന്നൊന്നും നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം ചെയ്യാനുള്ള സാധ്യത എനിക്കറിയില്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ എന്തിനാണ് ഈ പറഞ്ഞ പോലെ ഒരാളെ മുട്ടയടിക്കുന്ന കണ്ടിട്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആർക്കെന്ത് തോന്നാനാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ വളരെ നമ്മളിങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയത്തെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ VD സതീശൻ തന്നെ തോറ്റാൽ വനവാസത്തിന് പോകുന്നു. എന്തിനാണ് വനവാസത്തിന് പോകുന്നത്? നിങ്ങൾക്ക് അധികാരത്തോട് മോഹമില്ലെങ്കിൽ, നിങ്ങൾക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ നമ്മൾ ഇതുപോലെ പോകേണ്ട ആവശ്യമിരിക്കുന്നത്. നമ്മൾ പിന്നെയും വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. തോറ്റാൽ വനവാസത്തിന് പോകുന്ന പറഞ്ഞാൽ ഇവിടെ BJP-ക്കാർ ആരും ഉണ്ടാവില്ലായിരുന്നില്ല. എത്ര വോട്ടോട് തോറ്റിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ VV രാജേഷ് പോലെ എത്ര പേര് തോറ്റിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. അത് പോട്ടെ. പിന്നെ ഇതൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി. അതായത് മറ്റേ തലമുട്ടയടിച്ച് കാതിൽ കമ്മലിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൻവർ കമ്മലിട്ടാലും വലിയ ഭംഗിക്കേടൊന്നും ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്ത വാചകത്തിലേക്കേ ഉള്ളൂ, കാരണം ഇത് കമ്മൽ ഒഴിവാക്കി കൊടുക്കാം, മുട്ടയടിച്ച് ആര് നടക്കുമെന്നാണ്, മുഹമ്മദ് റിയാസ് നടക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് മുട്ടയടിച്ച് നടന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം വളരെ സുന്ദരമായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം. അതെന്ന് പറയുന്നത്, ഒരു ലെഫ്റ്റ് അസംതൃപ്തരായിട്ടുള്ള ലെഫ്റ്റിൻ്റെ ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ അൻവറിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം അങ്ങനെ ഒരു സാധ്യത കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അൻവർ യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ആണോ? അല്ല, അതാണ് പ്രശ്നം. കാരണം PV അൻവറിന് അത്തരത്തിലുള്ള ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ G സുധാകരൻ അല്ലെങ്കിൽ സുരേഷൊക്കെ കുഴപ്പമില്ല, അത് നിൽക്കുമായിരിക്കും. പക്ഷേ G സുധാകരൻ അല്ലെങ്കിൽ സുരേഷ്, അതുപോലെ TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, ഇത്തരത്തിലുള്ള ആളുകളെയും ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും വരാത്ത, ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഒക്കെ തന്നെ വേണമെങ്കിൽ കൂട്ടിയോജിപ്പിക്കാൻ PV അൻവറിന് കഴിയുമായിരുന്നു. ആ പിണറായിയെ വിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ ഒരു വലിയ മൊമെൻറ്റം കേരളത്തിൽ അതിനനുസരിച്ച് രൂപപ്പെടുമായിരുന്നു. പക്ഷെ അത് മൊബിലൈസ് ചെയ്യാനും അന്നേരം അതൊരു പാർട്ടിയാക്കി മാറ്റാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ്, പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അത് ശ്രമിക്കാതിരുന്ന ഒരാൾ ഇനി ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ആയിരിക്കും. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളതാണ്. അത് കാരണം ഇവരുടെയൊക്കെ ഇപ്പോൾ G സുധാകരൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ TK ഗോവിന്ദൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ഐഡിയോളജികളും അവരുടെ പ്രവർത്തന പാരമ്പര്യവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയിൽ അവരൊക്കെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് വലിയ സംശയം. എനിക്കിപ്പോഴും തോന്നുന്നത്, കുറേ മുമ്പ് PV അൻവർ ഇപ്പം ഷാജൻ സക്കറിയെയും ക്രൈം നന്ദകുമാറിനെയും അങ്ങനെയുള്ള പല ആളുകളെയും പിണറായിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയ ഒരാളാണ്. ആ ആളുടെ ഒരു പരിണാമമേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. അല്ല, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലപാടുകളിൽ പലപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDF-ലേക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് അതൊക്കെ ഒരു പരിണാമമാണ്. ആ പരിണാമങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രാഘവ് ചദ്ദ എന്ത് ചെയ്തില്ലേ? BJP എന്ന് പറയുന്നത് ഗുണ്ടകളുടെ പാർട്ടിയാണ്, വിവരം കെട്ടവരുടെ പാർട്ടിയാണ്, അക്ഷരാഭ്യാസമില്ലാത്തവരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ പോയി ഇപ്പോൾ ജോയിൻ ചെയ്തു. എന്നെ വിലക്കെടുക്കാൻ കഴിയുന്ന കറൻസി ഇന്നുവരെ പ്രിൻ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രൈസ് ടാഗും ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്ന ആരും ഇതേവരെ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് രാഘവ് ചദ്ദ. BJP-യിൽ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ രാഷ്ട്രീയത്തിൽ അതങ്ങനെ മാറ്റി പറയാത്ത ആളുകളൊന്നുമില്ല. അങ്ങനെ എല്ലാവരും തന്നെ മാറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും നമ്മൾ കണക്കൂട്ടേണ്ടതില്ല. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ അതിശയത്തിനൊന്നും അടിസ്ഥാനമില്ല. പിന്നെ അൻവർ എന്ന് പറയുന്നത് എപ്പോഴും തന്നെ കുറച്ചുകൂടി വൈകാരികമായി കുറച്ചുകൂടി ഇൻറ്റൻസായി കാര്യങ്ങളെ കണ്ടിരുന്ന ഒരാളാണ്. അതല്ല, കുറച്ചുകൂടി ഒരു മെച്ചൂർഡായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഈ കമൻറ്റുകളൊന്നും അദ്ദേഹം പറയില്ല, ആ ഹിറ്റ് ലിസ്റ്റൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് അതൊന്നും അല്ല എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിലൊരു കൂട്ടായ്മക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അതൊന്നും പോസിബിൾ ആകാനുള്ള സാധ്യത
അത്രത്തോളം ഇല്ലാതുള്ളതാണ്. അല്ല, അതിനു മുമ്പേ PV അൻവർ യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ആണോ എന്നുള്ളതാണ്. PV അൻവർ ലെഫ്റ്റ് ആവണ്ടേ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെങ്കിൽ? അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വലിയ മുതലാളിയാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യമൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം മുതലാളിയാണ്, അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് മുതൽ വലിയ സമ്പന്നനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തേക്കുന്ന ഡാറ്റയിൽ ഏതാണ്ട് 66 കോടി രൂപയുടെ അസറ്റുണ്ട്, സ്വത്തുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ലെഫ്റ്റ് ആകാൻ പാടില്ല എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരാളുടെ ബേസിൽ അസറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ലെഫ്റ്റ് ആകാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഈ EMS നമ്പൂതിരിപ്പാട് എങ്ങനെയാണ് ലെഫ്റ്റ് ആയത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ പലരും ആകാൻ കഴിയും. പക്ഷേ PV അൻവർ അത്തരത്തിലൊരു ലെഫ്റ്റ് ഐഡിയോളജികൾ പേറുന്ന ഒരാളാണോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം നന്നായി വായിക്കുന്ന അറിവൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ലെഫ്റ്റ് ഐഡിയോളജികളിൽ അത്തരത്തിൽ എത്രത്തോളം ഒരു കാര്യമുണ്ട്, അതുപോലെ ഇവർ കാണുന്ന ഇപ്പോൾ TK ഗോവിന്ദനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും സുരേഷും അതുപോലെ നമ്മുടെ G സുധാകരനും ഒക്കെ കാണുന്ന ഒരു ലെഫ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഒരു ബ്രോഡർ ലെഫ്റ്റ് എന്നൊക്കെയുള്ള ലെവലിൽ നമുക്ക് വിളിക്കാമോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയമുണ്ട് അൻവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻവറിനെ കൊണ്ട് അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കൽ എളുപ്പമുള്ള കാര്യം അല്ല. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, അസംതൃപ്തരായിട്ടുള്ള നിരവധി പേർ അത്തരത്തിലുണ്ട്. വേണമെങ്കിൽ അത്തരത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു സ്പേസും ഇവിടെ ഉണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ മുഹമ്മദ് റിയാസ് ജയിക്കും എന്നാണ് പറയുന്നത്. മുഹമ്മദ് റിയാസ് ജയിക്കാനാണ് സാധ്യത. അപ്പം അൻവർ ഓടേണ്ടി വരും. അല്ല, ഓടേണ്ട ഒന്നും ആവശ്യമില്ല. അല്ല, അതൊന്നും വലിയ ഗൗരവത്തിലൊന്നും. നാളെ VD സതീശൻ വനവാസത്തിന് പോകുന്നു, നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. VD സതീശൻ ഒരു വനവാസത്തിനും ഉണ്ടായില്ല. ഒരബദ്ധം പറ്റി ഞാൻ വെറുതെ ഒരു ആവേശത്തിന് പറഞ്ഞാന്ന് പറഞ്ഞാൽ അതിന് അത് പറഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അല്ലാതെ സതീശൻ VD സതീശൻ എന്തായാലും പറവൂരിൽ നിന്ന് ജയിക്കുമെന്ന് നമുക്കറിയാം. അല്ലെ MLA ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും, വനത്തിൽ പോയി താമസിച്ചിട്ട് വരും. അല്ല, ഇതൊക്കെ അവരുടെ ഒരു കോൺഫിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു വാചകങ്ങളായിട്ട് മാത്രമേ കേരളീയ സമൂഹത്തിൽ എടുക്കേണ്ടതുള്ളൂ. പക്ഷേ അല്ലാതെ VD സതീശൻ തല മുട്ടയടിക്കണതൊന്നും പ്രശ്നമില്ല. കാരണം തല ഇപ്പോൾ ആർക്കും മുട്ടയടിക്കുമ്പോൾ എൻ്റെ തല മുട്ടയിട്ട് എനിക്ക് പ്രശ്നമില്ല, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി മുട്ടയടിക്കാം. അതിലൊക്കെ UDF VD സതീശൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് വനവാസത്തിന് പോകേണ്ടി വരില്ല എന്നുള്ളത്. പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അല്ല, അൻവറിന് ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും. ഞാൻ എൻ്റെ നിലപാടാണോ, അൻവറിന് ആ കോൺഫിഡൻസ് ഉണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അൻവറിന് ആ കോൺഫിഡൻസ് ഉണ്ടാകാനുള്ള റീസണും ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അൻവർ വയനാട്ടിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റേ ഏറനാട് മത്സരിക്കുമ്പോഴും ഒക്കെ തന്നെ, നിലമ്പൂർ മത്സരിക്കുമ്പോഴും മറ്റു പല സ്ഥലങ്ങളിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10,000 വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും. ഏറനാടൊക്കെ മത്സരിക്കുമ്പോൾ ഔദ്യോഗിക CPI സ്ഥാനാർത്ഥിയെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹം രണ്ടാമത് വന്നതാണ്. അത് CPM സപ്പോർട്ട് ചെയ്തിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും വയനാടൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രചരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യം 85,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബേപ്പൂരിൽ ഈ പറയുന്ന നമ്മുടെ മറ്റേ റിയാസിന് കിട്ടിയത്. അപ്പോൾ 85,000-ൽ നിന്ന് അദ്ദേഹം വിചാരിക്കുന്ന 65,000 പിടിക്കുള്ളൂ, അതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ പിടിക്കില്ല എന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അങ്ങനെ പിടിച്ചാൽ ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യും, ഈ പറയുന്ന പുള്ളി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ 55,000 വോട്ടുകൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് 2011, 2016, 2021. 2021 മത്സരിച്ച നമ്മുടെ സുഹൃത്തായിട്ടുള്ള PM നിയാസാണ്. അതിനു മുമ്പ് 2 തവണയും മത്സരിച്ചത് മറ്റേ ആദം മുൾസിയാണ്. അപ്പോൾ അവരൊക്കെ മത്സരിക്കുമ്പോൾ ഈ 54,000-55,000 വോട്ടുകൾ അവിടെ ആർക്കുണ്ട്? അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന കോൺഗ്രസിനുണ്ട് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10,000 വോട്ടുകൾ 15,000 വോട്ടുകൾ അൻവറിന് ഒറ്റക്ക് പിടിക്കാൻ കഴിയുകയും ഇദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. പക്ഷെ അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും കോൺഫിഡൻസും ആണ്, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ, അതിലൊരു സംശയമില്ല. കാരണം കേരളത്തിൽ ബേപ്പൂർ, ഇപ്പം ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ബേപ്പൂരിലുള്ള 2 ഡിവിഷനുകളിലൊക്കെ തന്നെ ഞാൻ ചെന്നിരുന്നു. അത് ഈ പറയുന്ന ബേപ്പൂർ ഒന്നാമത്തത് അത് കൃത്യമായിട്ടൊരു ഇത് CPM അനുകൂല മണ്ഡലമാണ് ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം അവിടെയുള്ള കുടുംബശ്രീ മീറ്റിങ്ങുകൾക്കൊക്കെ 2-3 എണ്ണത്തിൽ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള വലിയ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ലീഗ് ആയിരുന്ന ആളുകളുണ്ട്. ആ മുസ്ലിം ലീഗ് ആയിരുന്ന ആളുകളുടെ വോട്ടുകൾ ഒരു പരിധിവരെ അൻവറിന് കിട്ടില്ല, പകരം മുഹമ്മദ് റിയാസിന് കിട്ടും. അത് പിന്നെ SDP വോട്ടുകൾ കിട്ടും. അപ്പോൾ അത്തരത്തിൽ നിരവധി വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാനാണ് സാധ്യത. അത് അവിടെ അദ്ദേഹം അത്തരത്തിൽ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ മുഹമ്മദ് റിയാസിന് ഒരു വലിയ ഗുണവും കൂടിയുണ്ട്. മുഹമ്മദ് റിയാസ് ഒരിക്കലും, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒരിക്കൽ പോലും അദ്ദേഹം ഒരു അതിരുവിട്ട പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ആയിട്ട് വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമോ ഒന്നും നടത്താറില്ല. വളരെ സോഫ്റ്റായി വളരെ
സൈലൻ്റായി വളരെ സോബറായ ആളുകളോട് ഇടപഴകുന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹം കുറെ കൂടി പ്രിയങ്കരൻ കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതൊക്കെ മാറണമെങ്കിൽ, അൻവർ ജയിക്കണമെങ്കിൽ, അൻവർ ഒറ്റയ്ക്ക് ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം അല്ല, ബി ജെ പിയുടെ വോട്ടല്ല, വലിയ തരംഗം UDF അനുകൂലമായിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയത്. അവിടെ BJP നല്ല വളർച്ച, BJP അവിടെ 28,000-28,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ആദ്യം അവിടെ ശ്രീശൻ മത്സരിക്കുമ്പോൾ 2011 ശ്രീശൻ മത്സരിക്കുമ്പോൾ വളരെ ചെറിയ ശതമാനം, 4-5% വോട്ടുകളിൽ നിന്ന് അവിടെ ഏതാണ്ട് അന്ന് എനിക്ക് തോന്നുന്ന 5,000-6,000 വോട്ടിൽ നിന്ന് പിന്നെ 11,000 ആവുകയും പിന്നെ 28,000 എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവിടെ BJPക്ക് വോട്ട് കുറയുക ചെയ്തത് 28,000-ൽ നിന്ന് 2,000-3,000 വോട്ടുകൾ കുറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വോട്ടുകളിലൊന്നും കൊണ്ടിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല. പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന വലിയ 30,000 വോട്ടുകൾക്ക് കഴിഞ്ഞവണ ജയിച്ചതിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ടുകൾ തിരിച്ചുകൊണ്ട് പിടിക്കണം. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷം കുറയും, പക്ഷേ മുഹമ്മദ് റിയാസ് ജയിക്കുമെന്നാണ്.